ഇത് നമ്മളുടെ വർക്ക്ഷോപ്പിലെ സുഹൃത്തുക്കൾക്കാണെങ്കിൽ എല്ലാവർക്കും അത് അറിയാൻ തോന്നുന്നുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇത് കാണിച്ചു തരുന്നുള്ളൂ. ഇതാണ് നമ്മുടെ ഫ്ലോട്ടിൻ്റെ ഉള്ളിലുള്ള ഹലോ കൂട്ടുകാരെ, വീണ്ടും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഈ കാണിക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ യമഹയുടെ വണ്ടികൾക്കൊക്കെ അധികം വരുന്നൊരു പ്രശ്നമാണ് ടാങ്കിൻ്റെ ഫ്യുവലിൽ ഗേജ് കറക്റ്റ് വർക്ക് ചെയ്യാത്ത ഫ്ലോട്ട് കംപ്ലൈൻ്റ് ആയി പോകുന്നതാണത്. അപ്പോൾ യമഹയുടെ ഒരു ഭൂരിഭാഗം വണ്ടിക്ക് ആ ഒരു ഇഷ്യൂ കാണലുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടാങ്കിൽ ഫുൾ ടാങ്ക് എണ്ണ ഉണ്ടെങ്കിലും എണ്ണ എം ടിയിലാണ് കാണിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പിന്നെ ഫ്യൂവൽ ഒട്ടും ഒന്നും തന്നെ എന്താവില്ല ഉള്ളത് കാണില്ല. അപ്പോൾ അതെങ്ങനെ അത് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ കൂടെ കാണിച്ചു തരുന്നത്. അതിനായിട്ട് നമുക്കൊരു സ്റ്റാറിൻ്റെ ഒരു സ്ക്രൂ ഡ്രൈവറും പിന്നെ അതുപോലെ തന്നെ നമുക്ക് 8-ൻ്റെ ഒരു ടീ ബോക്സും ഒരു സാധാ ടൂളാണെങ്കിലും ഡബിൾ എൻഡോ റിങ്ങോ ഏതെങ്കിലും മതി. നമുക്ക് ടീ ടൂളാകുമ്പോൾ നമുക്കൊന്ന് പിടിക്കാനൊന്ന് സുഖമാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് നമുക്ക് ഈ സൈഡിലായിട്ട് നമ്മൾ വണ്ടിയുടെ ഈ ഡിക്കി പൊന്തിച്ചിട്ട് തന്നെ ഇത് ഈ ഒരു 2 സ്റ്റാറിൻ്റെ സ്ക്രൂ കാണാം. ഇതൊന്ന് റിമൂവ് ചെയ്യുക. ഞാനിത് മൊത്തം അയച്ചു വെച്ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് വണ്ടി വേറെ സർവീസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ത്രോട്ടിൽ കേബിളൊക്കെ ഡാമേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ റീപ്ലേസ് ചെയ്യണം. അതുകൊണ്ടാണ് ഇത് മൊത്തത്തിൽ അയച്ചു വെച്ചേ. അല്ലെങ്കിൽ നമുക്കിത് മാത്രം ഊരിയെടുക്കാനുള്ളതേ ഉള്ളൂ. ഈ 2 സ്ക്രൂ റിമൂവ് ചെയ്യുക. അതിനുശേഷം നമ്മളെ ടാങ്കിൽ ഫ്യൂവൽ അടിക്കുന്നുണ്ടല്ലോ, ആ കപ്പൊന്ന് അയച്ചതിന് ശേഷം നമുക്ക് ആ മേലത്തെ ആ ഒരു പീസ് മാത്രമായിട്ട് നമുക്ക് ഇങ്ങോട്ട് അയച്ചെടുക്കാൻ പറ്റും. ഈ ക്യാപ്പ് അങ്ങോട്ട് ഊരിയെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പീസായിട്ട് തന്നെ ഊരിങ്ങോട്ട് എടുക്കാം. ഊരിയതിന് ശേഷം ഈ ക്യാപ്പ് ഒന്ന് തിരിച്ചിടുന്നത് നന്നായിരിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് എന്തെങ്കിലും വർക്ക് എടുക്കുന്ന സമയത്തേ ടാങ്കിലുള്ള പൊടി വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അതിനുശേഷം നമുക്ക് ഈ കാണുന്ന ഈ ഒരു 4 സ്ക്രൂ ഒന്ന് നമുക്ക് ഊരിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പഴയ പെട്രോൾ ഫ്ലോട്ട് എന്ന് പറയുന്നത്. ഈ 4 സ്ക്രൂ ഒന്ന് ഊരാം. പിന്നെ അതിന് താഴോട്ട് പോണ ഒരു വയറുണ്ട്. ആ വയറിൻ്റെ അയച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതാണ് നമ്മളുടെ പഴയ ഗേജ് വരുന്നത്. ഇത് നമുക്കൊന്ന് കയ്യിൽ പിടിച്ചത് ഇങ്ങനെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് കാണാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഗ്നിഷൻ ഓൾറെഡി ഓണാണ്. നമ്മളുടെ മീറ്ററിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം. ഇവിടുന്ന് അത് ഫുള്ളായിട്ട് പൊന്തിച്ച് പിടിച്ചിട്ടുണ്ട്. നമ്മുടെ മീറ്റർ നോക്കിക്കഴിഞ്ഞാൽ കാണാം, മീറ്റർ അനങ്ങുന്നില്ല. ഇതുണ്ടോ, നമ്മൾ എങ്ങനെയൊക്കെ പൊന്തിച്ചിട്ടുണ്ടെങ്കിലും ഒരു റെസ്പോൺസ് ഇവിടെ ഇല്ല. ഇവിടെ അത് ആ ലെവലിൽ തന്നെയാണുള്ളത്. നമുക്ക് നീ ഒരു ഫ്ലോട്ട് ചേഞ്ച് ആക്കിയിട്ട് പുതിയ ഫ്ലോട്ട് ഇട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പഴയ ഫ്ലോട്ട് നമ്മൾ വയറൊക്കെ റിമൂവ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ പുതിയ ഫ്ലോട്ട് വരുന്നത്. നമ്മൾ ആ റബ്ബർ പഴയ തന്നെ ഇതിലേക്ക് ഇടേണ്ട ആവശ്യമുണ്ട്. എന്നുവെച്ചാൽ അത് പുതിയ നമുക്ക് കിട്ടുമല്ല. ഇപ്പം ഇത് പൊന്തിച്ചിട്ട് ഇപ്പം നമ്മളുടെ ഫുൾ ടാങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് ഫ്ലോട്ട് വരിക. അപ്പോൾ ഇത് നമുക്ക് ഫ്ലോട്ടൊന്ന് ജസ്റ്റ് മേലോട്ടൊന്ന് മൂവ് ചെയ്യിക്കാം. അപ്പോൾ ഞാനിത് മൂവ് ചെയ്യിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫുൾ ടാങ്ക് നിൽക്കുന്ന ലെവലിലാണ് ഇത് ഉണ്ടാവുക. നമ്മുടെ മീറ്റർ നോക്കി കഴിഞ്ഞാൽ കാണാം. കണ്ടോ, മീറ്റർ കയറി ഫുൾ ടാങ്കിൽ എത്തുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് താത്തി കഴിഞ്ഞാൽ നമ്മളെ മീറ്റർ നേരെ ചെന്നിട്ട് താഴെ എം ടിയിൽ വന്നേക്കും. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയെന്നുള്ള ഞാൻ ജസ്റ്റ് ഒന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേണമെങ്കിൽ ഞാൻ സിമ്പിളായിട്ട് ഞാൻ ഒന്നുകൂടി കാര്യം പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് പഴയ ആ ഒരു ഫ്ലോട്ടിൽ ഞാൻ കാണിച്ചു തരാം. എന്താ വെച്ചാൽ അതാകുമ്പോൾ നമുക്ക് കറക്റ്റ് എല്ലാവർക്കും തന്നെ ചിലപ്പോൾ മനസ്സിലാവാൻ സാധ്യതയുണ്ട്. ഇത് നമ്മുടെ ഈ നിക്രോൺ വയർ പോലത്തെ ഒരു വയറാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഉണ്ടാവുക. നമ്മളെ നൈസിനുള്ളൊരു മുടിനാര് പോലത്തെ ഒരു വയർ. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് കാണാം. അപ്പോൾ ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവുന്ന സമയത്ത് ഇതെന്താണെന്ന് വെച്ചാൽ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അയക്കാൻ പറ്റും നോക്കട്ടെ. അയക്കാൻ കിട്ടുകയാണെങ്കിൽ ഞാനത് കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇത് നമ്മളുടെ വർക്ക്ഷോപ്പിലെ സുഹൃത്തുക്കൾക്കാണെങ്കിൽ എല്ലാവർക്കും അത് അറിയാൻ തോന്നുന്നുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇത് കാണിച്ചു തരുന്നുള്ളൂ. ഇതാണ് നമ്മുടെ ഫ്ലോട്ടിൻ്റെ ഉള്ളിലുള്ള ഭാഗം ഇങ്ങനെയാണ് വരിക. അപ്പോൾ അതുപോലെ തന്നെ നമുക്കതിൻ്റെ ചെറിയൊരു സർക്യൂട്ടായിട്ട് ഉണ്ടാവും. അതെന്താ വെച്ചാൽ അതിനകത്ത് മൂവ് ആവുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് റീഡിങ് സിഗ്നൽ അങ്ങോട്ട് പോരുക. ഇതാണ് നമ്മളുടെ ഞാൻ പറഞ്ഞ ആ ചെറിയൊരു നിക്രോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ന്യൂ മോഡലായതുകൊണ്ട് ഇങ്ങനെ വരുന്നത്. ഓൾഡ് മോഡലിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിന് പകരം എന്താ വരുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നിക്രോൺ വയർ പോലത്തെ വയർ റോൾ ചെയ്തിട്ട് വരും ഈ ബോർഡിന് പകരം. എന്നിട്ട് നമുക്ക് അതിൽ കൂടെയാണ് ഈ സിഗ്നൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റൊട്ടേറ്റ് ഇതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യും. ജസ്റ്റ് ആ നീങ്ങുന്ന ആ സമയത്താണ് നമുക്കത് എവിടെ സെൻട്രലാണെങ്കിൽ ആ സെൻട്രൽ ഉള്ള സെയിം സിഗ്നലായിട്ട് നമ്മുടെ ടാങ്കിനുള്ളിലൊക്കെ നിൽക്കുന്ന സെയിം ഫ്ലോട്ട് പോലെ തന്നെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്.
അപ്പോൾ ഇതാണ് നമ്മളുടെ ഇതിനുള്ളിലുള്ള ഞാൻ ആ പറഞ്ഞ നൈസിൽ വരുന്ന കുറച്ച് കമ്പി കഷ്ണം ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. ആ കമ്പി കഷ്ണം നമുക്ക് കംപ്ലീറ്റ് എന്തായിട്ടുണ്ട്, ഇതിലൊരു പീസ് പോലും ഇല്ല, എല്ലാം നമുക്കത് പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തേമാനാണ്. ഇത് നമ്മൾ വണ്ടി യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് പൊട്ടിപ്പോണയാണ്. അതുകൊണ്ടാണ് നമുക്കിതിൽ ഫ്ലോട്ട് ഇപ്പോൾ വറക്കാണ്ട് വന്നിരുന്നത്. അപ്പോൾ ഇത് മാറ്റിയപ്പോൾ നമ്മൾ പ്രശ്നം തീർന്നു. അപ്പം ഞാനീ ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഹെൽപ്പ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. അപ്പം വൈകുന്നേരം എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിയാകുമ്പോൾ തന്നെ നമ്മളെ ചാനലിൽ നമ്മളെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും തന്നെ കയറി കാണുക മാക്സിമം കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. ഇനി ഇതുപോലത്തെ അടുത്ത ടെക് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.